ഇവൻ എൻ്റെ പുത്രനാണ്, ഇവനെ നിങ്ങൾ എടുത്തുകൊള്ളുക, ഞാൻ ഇവനെ നിങ്ങൾക്ക് കൈമാറുന്നു. സോണിയാഗാന്ധി റായ്ബറേലിയിൽ പ്രസംഗിച്ചതാണ്. എനിക്കുള്ളതെല്ലാം നിങ്ങൾ തന്നതാണ്, ഇനി നിങ്ങൾ എൻ്റെ മകന് നിങ്ങളുടെ സ്നേഹം കൊടുക്കണം എന്നാണ് അമ്മയുടെ സ്നേഹവായ്പോടെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. സോണിയയ്ക്ക് റായ്ബറേലിയിലെ ജനങ്ങളെല്ലാം കൊടുത്തു. സോണിയ അവർക്ക് എന്ത് കൊടുത്തു തിരികെ എന്നതിൻ്റെ ഒരു ഉത്തരമായിരിക്കും റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ്. പണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ അമേഠി എന്ന് പറയുന്ന മണ്ഡലം എൻ്റെ കുടുംബമാണ്, എൻ്റെ വീടാണ്, നിങ്ങളാണ് എനിക്കെല്ലാം തന്നത്. അവർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തന്നു? ഒന്നും തന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ സ്മൃതി ഇറാനിയെ വിജയിപ്പിച്ചു. അതിൻ്റെ ഒരു തനിയാവർത്തനമാകുമോ ഒരു പക്ഷേ റായ്ബറേലി അമേഠിയും തനിയാവർത്തനമാകും. അതിനുള്ള സാധ്യത ആണ് കാണുന്നത്. കാരണം അമേഠി റായ്ബറേലിയിൽ ആവർത്തിക്കാൻ പോവുകയാണ്. കുടുംബ മണ്ഡലമാണ്. അതെ, കുടുംബ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഫിറോസ് ഗാന്ധിയുടെ കാലം മുതലേ റായ്ബറേലി നെഹ്റു കുടുംബത്തിനകത്ത് നിൽക്കുന്നുണ്ട്. ചില മാറ്റങ്ങൾ 3 തവണ മാത്രം അതിനൊരു അപവാദം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ട് ജയിക്കുകയും കഴിഞ്ഞ തവണ സോണിയാഗാന്ധി കാര്യമായ ഒരു പ്രചരണമൊന്നും നടത്താതെ തന്നെ റായ്ബറേലിയിലെ വോട്ടർമാർ അവരെ വിജയിപ്പിച്ചു വിട്ടു. പക്ഷേ അതിനുശേഷം അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റായ്ബറേലിയിൽ കൂടെ പോകാനൊന്നും അവർക്ക് പറ്റിയിട്ടില്ല. വലിയ മത്സരം BJP നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവസ്ഥയിൽ പോലും അവർക്ക് റായ്ബറേലി വ്യക്തിപരമായി ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. പക്ഷേ അതിനവർ ഏർപ്പെടുത്തിയിരുന്നത് കിഷോരിലാൽ ശർമ്മ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെയാണ്. ആ കോൺഗ്രസ്സുകാരൻ അയാളിപ്പോൾ അമേഠിയിൽ സ്ഥാനാർത്ഥിയാണ്. കിഷോരിലാൽ ശർമ്മയായിരുന്നു അമേഠിയിൽ സോണിയാഗാന്ധിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളുടെ ആവലാതികൾ കേൾക്കുകയും പരാതികൾ സ്വീകരിക്കുകയും അപേക്ഷകളൊക്കെ ഡമ്മി MP ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ കിഷോരിലാൽ ശർമ്മയാണ് സ്മൃതി ഇറാനിക്കെതിരെ അമേഠിയിൽ സ്ഥാനാർത്ഥി. അവിടെ കിഷോരിലാൽ ശർമ്മ ജയിക്കുമെന്നാണ് കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത്. അല്ല, കോൺഗ്രസ്സുകാർ അയാൾ ജയിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോയാൽ മത്സരിച്ചുകൂടായിരുന്നു. അതെ രാഹുൽ ഗാന്ധി സ്ഥിരമായിട്ട് മത്സരിച്ചു വന്നത്. ഇന്നലെ ഒരു ചാനലിൽ ഏതോ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു, അമേഠി ഞങ്ങൾ പിടിക്കാൻ പോവാണ്, കിഷോരിലാൽ ശർമ്മ ഉഗ്ര സ്ഥാനാർത്ഥിയാണ്, ഞങ്ങൾ ജയിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ജയിക്കും. മണ്ഡലം അനുകൂലമാണെങ്കിൽ എന്തിന് ഈ രാഹുൽ ഗാന്ധി മണ്ഡലം മാറണം? അവിടെ നിന്നാൽ മതിയായിരുന്നു. അല്ല, അതിന് വേറെയും കാര്യമുണ്ട്. മണ്ഡലം മാറിയതിന്. ഇല്ലെങ്കിൽ റോബർട്ട് വാദ്ര കയറി എവിടെ നിൽക്കുന്നത് അറിയാൻ പറ്റില്ല. രണ്ടിലൊന്നും നിൽക്കില്ല. ശരി, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി രാജ്യം മുഴുവൻ വിലപിക്കുന്നു. അതെ സീറ്റ് അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ പൊട്ടിക്കരയുകയായിരുന്നു. അസേതു ഹിമാചലം. അപ്പോൾ നമ്മൾ റായ്ബറേലിയിലേക്ക് വന്നാൽ റായ്ബറേലിയിലെ ഇന്നത്തെ സ്ഥിതി, അവിടുത്തെ അസംബ്ലി സെഗ്മെൻറ്റിൽ 7-ൽ 4 കോൺഗ്രസിൻ്റെ കയ്യിലില്ല. 3 SP-യും BJP-യുമാണ് കൈവച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിയിൽ അവിടെ കോൺഗ്രസ്സിനെ ഒരു രാഷ്ട്രീയ മത്സരം നടത്തിയാൽ എങ്ങനെ ജയിക്കാനാണ് ഇപ്പോഴത്തെ സ്ഥിതി? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 2 വർഷം പോലും വന്നില്ല. അപ്പോൾ അതിനിടയിൽ അവിടെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും വന്നില്ല. അവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്ന ഒരു വിചാരം ഉള്ള ഒരു തലമുറയൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പോഴുള്ള ചെറുപ്പക്കാരായ വോട്ടർമാർക്ക് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ മെരിറ്റിൽ വിലയിരുത്തി വോട്ട് ചെയ്യാനറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന ദിനേശ് പ്രതാപ് സിംഗ് UP-യിലെ ഡെപ്യൂട്ടി മിനിസ്റ്ററാണ്. 10 വർഷം മുമ്പ് വരെ കോൺഗ്രസ്സുകാരനായിരുന്നു. 2014 അദ്ദേഹം BJP-യിൽ ചേർന്നതാണ്. പിന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കണ്ടെത്തലാണ് BJP-യിൽ അദ്ദേഹം കഴിവുള്ള ആളാണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിലൊക്കെ അംഗമാക്കിയത്. ഡെപ്യൂട്ടി മിനിസ്റ്റർ അല്ല, ഡെപ്യൂട്ടി സ്വതന്ത്ര ചുമതലയുള്ള ഡെപ്യൂട്ടി മിനിസ്റ്റർ. മന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാരും അല്ലാത്ത മന്ത്രിമാരും ഉണ്ട് കേന്ദ്രത്തിലുള്ളതുപോലെ. അതെ, നമുക്കത് പരിചിതമല്ല. കേരളത്തിലും എല്ലാ മന്ത്രിമാരാണ്. ഇത് MLC-യും ആണ്. MLC 2 അവിടെ നിയമസഭയ്ക്ക് തന്നെ 2 സഭയുണ്ട്. MLA-യും MLC-യും ഉണ്ട്. ബാംഗ്ലൂരും ഉള്ളത്, കർണാടകത്തിലും ഉണ്ടല്ലോ. അപ്പോൾ ഈ ദിനേശ് പ്രതാപ് സിംഗ് ആണ് രാഹുൽ ഗാന്ധിയുടെ എതിരാളി. പായറ്റി തെളിഞ്ഞ ഒരു നേതാവാണ്. കോൺഗ്രസിൻ്റെ എല്ലാ രീതികളും അയാൾക്കറിയാം. അദ്ദേഹം BJP-യിൽ പിന്നെ
BJPയുടെ കൊടി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളുടെ മണ്ടയ്ക്കടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇന്നലെ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം അവിടെ പോയി വൈകാരികമായൊരു പ്രസംഗം നടത്തി. ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചപ്പോൾ പറഞ്ഞതുപോലുള്ള വാചകങ്ങൾ അവർ ഉരുവിട്ടൊരു ജനങ്ങളുടെ സിമ്പതി കവരാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ആ പ്രസംഗം കേട്ടു സാർ. പക്ഷേ സാധാരണഗതിയിൽ എൻ്റെ മകനാണ്, നിങ്ങൾ എനിക്കെല്ലാം തന്നു, ഇനി നിങ്ങൾ ഇവനെ നോക്കണം എന്നൊക്കെ വൈകാരികമായി പറയുന്നത് ഓക്കെ, അതൊരു സ്റ്റണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആ മണ്ഡലത്തെ ഇത്രകാലം പ്രതിനിധീകരിച്ച സോണിയ പറയേണ്ടത് കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഒന്നിലേറെയുള്ള ടൈമിനിടയ്ക്ക് ഞാൻ ഈ മണ്ഡലത്തിൽ ഇന്ന മാറ്റങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഇനി അത് പിന്തുടരാൻ എൻ്റെ മകനെ അനുവദിക്കൂ എന്നല്ലേ പറയുന്നത്. അങ്ങനൊരു വാചകം പോലും അവരുടെ ആ പ്രസംഗത്തിൽ ഉടനീളം കാണാൻ കഴിഞ്ഞില്ല. ഈ മകനെ ദത്തേൽപ്പിക്കുന്നു. മണ്ഡലത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ തുടരാൻ എൻ്റെ മകനെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയൊന്നും പറയാൻ അവരുടെ കയ്യിലില്ല. അവർക്ക് ട്രാക്ക് റെക്കോർഡ്സ് ഒന്നും നിരത്തി ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവകാശമില്ല. അവർ വീണ്ടും കുടുംബത്തിൻ്റെ വൈകാരിക പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മകനെ ഞാൻ ദാ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വീട്ടമ്മയുടെ വിലാപം പോലെയാണ്. അപ്പോൾ അത് ശരിക്കും സോണിയാഗാന്ധി സുനിൽ പറഞ്ഞത് ശരിയാണ്. ഈ രാഷ്ട്രീയം അറിയാത്തതിൻ്റെ ഒരു വിഷമമാണത്. അവർക്ക് ഒരു രാഷ്ട്രീയക്കാരിയാകാൻ ഇനി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആ വാചകങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർ സത്യത്തിലൊരു വീട്ടമ്മയുടെ എല്ലാ വൈകാരികമായ ഞാൻ പോവാണ്, എൻ്റെ കൊച്ചിനെ നോക്കിക്കോണേ എന്ന് പറയുന്ന പോലുള്ള ഒരു അല്ല, അങ്ങനെ രാഹുൽ ഗാന്ധി അങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. അത് അല്ല, അവിവാഹിതനായ 52കാരനല്ലേ. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇത്തരം സെൻറ്റിമെൻറ്റ്സ് നമ്മുടെ പൊളിറ്റിക്സിൽ ഓടുമോ? ഈ മത്സരിക്കുന്നത് അപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓടിയിട്ടൊക്കെ ഉണ്ട്. ഇന്ദിരാഗാന്ധി എൻ്റെ ഓരോ തുള്ളി രക്തവും ഈ മണ്ണിന് വേണ്ടിയുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളുണ്ട്. അതെ. അപ്പോൾ UPയിലിപ്പോൾ ശക്തിയായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാണ് നടക്കുന്നത്. അത് യോഗി ആദിത്യനാഥ് വികസനത്തിൻ്റെ ഒരു ദീർഘമായ പട്ടിക അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടമാണ്. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരിതുപോലെയുള്ള ഭാവദൗർബല്യങ്ങൾ പ്രകടിപ്പിച്ചാൽ അടുത്ത യുവതലമുറ അതിനെ പരിഹസിച്ച് തള്ളിക്കളയും. UPയിൽ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ വികസനം ഓക്കെ, അത് മാത്രം ജനങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന ഒരു മാറ്റം UPയിലുണ്ട്. UP ഒരു ഗുണ്ടാരാജായിരുന്നു. അതെ അതെ. UPയിലെ ഗുണ്ടാരാജനെ യോഗി അമർച്ച ചെയ്തു. അതിന് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന പോലെ സാമന്താനം ഭേദം ദണ്ഡം എല്ലാ മാർഗവും ഉപയോഗിച്ച് UPയെ ക്ലീനാക്കി. ജനങ്ങൾ അതുകൊണ്ട് യോഗിയുടെ കൂടെയാണ്. സാധാരണ മനുഷ്യർ ആഹ്ലാദഭരിതരാണ്. അവർക്ക് സൗകര്യമായിട്ട് ജീവിക്കാം, സ്വതന്ത്രമായി സഞ്ചരിക്കാം, ആരെയും ഭയപ്പെടാതെ. പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇഷ്ടംപോലെ കുടിൽ വ്യവസായങ്ങളും വൻകിട വ്യവസായങ്ങളും സ്ഥാപനങ്ങളും വന്നു. കേരളത്തിൽ യൂസഫ് അലി പോലും മാൾ അവിടെ കൊണ്ടാണ് സ്ഥാപിച്ചത്. അതെ അതെ, ഞാൻ അതിൻ്റെ ചിത്രം ഞാൻ ഓർക്കുന്നുണ്ട്. യൂസഫ് അലി നമ്മുടെ കേരളത്തിലെ ലുലു മാൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ലുലു മാൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ലുലു മാളിൽ ഓടുന്നൊരു ചെറിയ വണ്ടിയുണ്ട്, ബാറ്ററി പവേർഡ് വണ്ടി. ആ വണ്ടിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയും യൂസഫ് അലിയും കയറി പിന്നിലിരുന്നു, ഡ്രൈവർ ഓടിച്ചുകൊണ്ട് പോയി. അതേസമയം ലക്നൌവിലെ മാള് ഉദ്ഘാടനം ഡ്രൈവർ സീറ്റിലിരുന്നത് യൂസഫ് അലിയാണ്, അദ്ദേഹത്തിൻ്റെ തൊട്ടുപുറത്ത് യോഗി ഇരുന്നു. എന്നിട്ട് ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. അവർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് യോഗിയുടെ ഡ്രൈവറാകാൻ വരെ യൂസഫ് അലി തയ്യാറായി. ഇവിടെ അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് വേറെ ഡ്രൈവറെ കൊണ്ട് വണ്ടി ഓടിച്ചു. അതിലൂടെ ഒരു മെസ്സേജ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇത് രണ്ടും ഇന്ത്യയിലുള്ളവർ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ സത്യത്തിൽ യൂസഫ് അലി ഒരു സംരംഭകനാണ്. അതെ, തീർച്ചയായും. ആരെ മാനിക്കണം, എങ്ങനെ മാനിക്കണം, നമ്മുടെ അഭിമാനമാണ് അദ്ദേഹം. അതെ അതെ. മലയാളിക്ക് കാലത്തും ലോകത്ത് എവിടെയും അഭിമാനത്തോടെ പറയാവുന്ന ഒരു മാതൃക, ഒരാൾ ഇൻഡസ്ട്രിയസ് ആവുന്നതിൻ്റെ ഒരു നല്ല വശങ്ങൾ പഠിക്കാനൊരു പാഠപുസ്തകം കൂടിയാണ് യൂസഫ് അലി. അതെ, ട്രേഡിങ്ങിൽ അദ്ദേഹം ഇന്ന് അദ്ദേഹം നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരോ വിദേശത്തുണ്ടായിരുന്നു, അമ്മാവനോ മറ്റൊന്നും എനിക്ക് തോന്നുന്നു, അവരുടെ അടുത്തേക്ക് പോവുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഭാവനയും സ്വപ്നവും അധ്വാനവും കൊണ്ട് വളർന്നു വരികയും ദൈവം അദ്ദേഹത്തെ സഹായിക്കുകയൊക്കെ ചെയ്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ അതെ. പിന്നെ ദീനാനുകമ്പ, അദ്ദേഹത്തിൻ്റെ ഉദാരമായ മനുഷ്യ സ്നേഹം, അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത് അല്ല, യൂസഫ് അലി അല്ലല്ലോ നമ്മുടെ വിഷയം. അതെ, നമ്മൾ പറഞ്ഞപ്പോൾ യൂസഫ് അലിയിലേക്ക് വന്നതാണ്.
റായ്ബറേലിയും അമേഠിയുമാണ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടാൽ ഒട്ടും അത്ഭുതമില്ല. അതാണ് അവിടുത്തെ സ്ഥിതി. കാരണം അദ്ദേഹത്തിൻ്റെ എതിരാളി അത്ര ശക്തനാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന് ഉച്ചരിക്കുന്നതിനേക്കാൾ മുമ്പേ ഒരു കോൺഗ്രസ് നേതാവായ ആളാണ് വിനോദ് പ്രതാപ് സിംഗ്. അപ്പോൾ അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും തൻ്റെ ആയുധങ്ങളും എല്ലാം എടുത്ത് പയറ്റിക്കൊണ്ടാണ് റായ്ബറേലിയിൽ നേരിടുന്നത്. പക്ഷേ ഈ സമീപ ദിവസങ്ങളിലെ വാർത്തകൾ ശ്രദ്ധിച്ചോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം റായ്ബറേലിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 20-ാം തീയതി വരെ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. കാരണം 20-ാം തീയതി ഈ 2 മണ്ഡലങ്ങളിൽ 20-ാം തീയതി പോളിംഗ് ആണ്. അപ്പോൾ 20-ാം തീയതിക്ക് ശേഷം UPക്ക് പുറത്ത് വരില്ല രാഹുൽ ഗാന്ധി. പുറത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാത്ത സ്ഥലത്താണ് പോകുള്ളൂ. അതെ അതെ. അപ്പോൾ അതാണ്. അതേസമയത്ത് അമേഠിയിലെ കഥ നമ്മൾ റായ്ബറേലിയിൽ കൂടി രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടാൽ ഈ കുടുംബ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? കുടുംബ പാർട്ടിക്ക് UPയിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത തരത്തിൽ തൂത്തെറിയപ്പെടും. കുടുംബ പാർട്ടി എന്ന് പറഞ്ഞ് ഇനി അവർ ഇന്ന് മോഡിയും അമിത്ഷായും ചോദിച്ചിട്ടുണ്ട്, എന്താ റായ്ബറേലി ഈ സോണിയാഗാന്ധിയുടെ പ്രസംഗത്തെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അമിത്ഷാ ചോദിച്ചത് ഇതവർക്ക് ഒസ്യത്ത് പ്രകാരം കിട്ടിയതാണോ എന്നാണ്. ഈ റായ്ബറേലി മകന് കൈമാറുന്നത് അവർക്ക് ഇത് കുടുംബ സ്വത്താണോ, അവരുടെ ഒസ്യത്ത് പ്രകാരം ഇത് വിൽപത്രം പ്രകാരം കൊടുക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര പരിഹാസമല്ലേ? അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്, റായ്ബറേലി അമേഠി 20-ാം തീയതി പോളിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്ത് തരം ഫലമാണ് നമുക്ക് 4-ാം തീയതി അറിയാൻ പറ്റുന്നതെന്ന് വ്യക്തമാണ്. ഈ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. എനിക്ക് രാഹുൽ ഗാന്ധി വയനാട് MP ആയിരിക്കും തുടരുന്നതാണ് ഇഷ്ടം. അത് നമുക്കെല്ലാ മലയാളികൾക്കും. അദ്ദേഹം പാർലമെന്റിൽ അതെ കേരളത്തിൻ്റെ MP ആണ്. അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ പറ്റിച്ചിട്ട് പോകും. ഇത് അങ്ങനെ മലയാളിയെ പറ്റിക്കണ്ട എന്ന് റായ്ബറേലിക്കാരും തീരുമാനിക്കും. അതെ അതെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്ക് കേരളത്തിൻ്റെ MP ആയി രാഹുൽ ഗാന്ധിയെ തുടർന്ന് കാണണം. പിന്നെ സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് ജയിച്ചു വരുമോ ഇല്ലയോ എന്ന ചോദ്യമേ ഉദിക്കുന്നില്ല. പ്രസക്തമാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.